നീറ്റ് 2023 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റൻ ആയത്. ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ദ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് 20 gram 20% പ്യുവർ ലൈം സ്റ്റോൺ. അപ്പൊ ലൈം സ്റ്റോൺ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നാ ചോദിച്ചിട്ടുള്ളത്. ബാലൻസ്ഡ് ഇക്വേഷൻ നിങ്ങളോട് പറയുന്നു, കാൽഷ്യം കാർബണേറ്റ് 1 മോള് ഹീറ്റ് ചെയ്താൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുമെന്ന്. ശരിയാ? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ 1 മോൾ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ മതി. 1 മോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോളാർ മാസ് എത്രയാ? കാൽഷ്യം 40 ആണ്, കാർബൺ 12 ആണ്, 3 ഓക്സിജൻ 16 × 3 ചെയ്താൽ 100 gram. സോ 100 gram കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് 44 gram കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും. ശരിയാ? എന്നാൽ നമ്മുടെ കയ്യില് 20 gram കാൽഷ്യം കാർബണേറ്റ് ഇല്ല കേട്ടോ. ആ 20 gram കാൽഷ്യം കാർബണേറ്റിന്റെ പ്യൂരിറ്റി ജസ്റ്റ് 20% ആണ്. എന്ന് പറഞ്ഞാൽ ആ 20 gram മാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 20% മാത്രമാണ് കാൽഷ്യം കാർബണേറ്റ് ഉള്ളത്. ബാക്കി 80%വും ഇംപ്യൂരിറ്റി ആണ്. അതാണ് പ്യൂരിറ്റി ഓഫ് ദ സാമ്പിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ തന്നിരിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് സാമ്പിളില് ആക്ച്വലി കാൽഷ്യം കാർബണേറ്റ് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 20% ഓഫ് ദാറ്റ് സാമ്പിൾ ആണ്. 20% ഓഫ് എത്ര ഗ്രാം? 20 gram. എത്ര? 20% ഓഫ് 20 gram. യെസ്, ഇറ്റ് ഈസ് 20/100 × 20 അല്ലെ? 20/100 × 20 0000 കട്ട് ചെയ്യാം. സോ അങ്ങനെയാണ് 4 gram ആണ്. 4 gram 100 gram ഹീറ്റ് ചെയ്തപ്പം ശ്രദ്ധിക്കുക, 100 gram ഹീറ്റ് ചെയ്തപ്പം 44 gram ആ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1 gram ഹീറ്റ് ചെയ്താൽ 0.44 gram കിട്ടും. ശരിയല്ലേ? 1 gram ഹീറ്റ് ചെയ്താൽ 0.44 gram കിട്ടും. ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 2 ഭാഗവും ഡിവൈഡഡ് ബൈ 100. എന്നാൽ 4 gram ഹീറ്റ് ചെയ്താൽ എത്ര കിട്ടുമോ? 4 gram ഹീറ്റ് ചെയ്താൽ 4 × 0.44 which is 1.76 gram. Okay.